ഹായ് ഫ്രണ്ട്സ്, സുഖമായ രീതികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നല്ലേ രാവിലെ യാത്ര പോയേക്കായിരുന്നു. വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ ദേവാലയത്തിൽ വഴിപാട് അർപ്പിക്കാൻ പോയേക്കായിരുന്നു. വിളിച്ച വിളി കേൾക്കണ പുണ്യാളനാണ്. ആ അനുഭവം കൊണ്ട് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഹോട്ടലുകൾ അങ്ങോട്ട് തേടി അന്വേഷിച്ചിരുന്നിട്ട് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു ഹോട്ടലും തുറന്നിട്ടില്ല. അവസാനം വീടിൻ്റെ പടിക്ക് എത്താറായി. വീട് ഒരു കറിക്കടയല്ലേ കേട്ടത്, കറിക്കടയും ഹോട്ടലും ഒക്കെയുടെ കൂടിയുള്ളത് കണ്ടത്. അപ്പോൾ അവിടെ ഇരുന്ന് മേടിച്ച് കഴിക്കണ്ട, വീട്ടിൽ വന്നിരുന്ന് ആസ്വദിച്ച് കഴിക്കാമല്ലോ എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് മേടിച്ചുകൊണ്ടെന്നാൽ മതി. അപ്പോൾ കട്ടൻ ചായ എടുത്തു. കട്ടൻ ചായയും കൂടിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ നല്ല മസാല ദോശയൊക്കെയാണ്. അപ്പോൾ ഇന്ന് പോയിട്ട് അവിടെ നിന്ന് ഹോട്ടലില്ലാത്ത കാരണം കൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ഇന്ന് ചോറൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ പോയിരുന്ന. ഞായറാഴ്ച ദിവസം ഹോട്ടലുകളിൽ ആ വഴിക്കുള്ള ഹോട്ടലുകൾ ഒന്നും തുറന്നില്ല, ഒക്കെ അടച്ചിട്ടാണ്. ഉള്ളിച്ചമ്മന്തി ഉണ്ട്, സാമ്പാറുണ്ട്. അതുകൊണ്ട് തേങ്ങ ചമ്മന്തി ഇല്ലാത്ത ചോദിച്ചു മേടിക്കണ്ടായിരുന്നോ? അതിനെയാണ് വെള്ള ചമ്മന്തി എന്ന് പറഞ്ഞാ. ഇന്ന് ഇവിടെ അവിടെയൊക്കെ മഴയായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഇറങ്ങാൻ നേരത്ത് ഭയങ്കര മഴയായിരുന്നു. 2 വീലറിനാണ് പോയത്. എന്നിട്ട് ഞങ്ങൾ എന്തോട്ടാ ചൂടൊക്കെ ഇട്ട് കവറ് ഇട്ടൊക്കെയാണ് പോയി. അവിടെ ചെല്ലോളം ചാറിയുള്ള മഴയായിട്ട്. ഇതാണ് പള്ളി, പുരാതന പള്ളിയാണ്. ഞങ്ങൾ എത്ര കുർബാന ഇന്നുണ്ടെന്ന് എനിക്കറിയില്ല. പെരുന്നാളിൻ്റെ തലേ ദിവസമാണ്. ഇന്ന് ഒരു വൈകുന്നേരമാണ് ഭയങ്കര ആൾക്കാർ കൂടുന്ന നേരം. ഒരുപാട് ജനം ഒരുപാട് കൂടുകയും ചെയ്യും. ആ പ്രദക്ഷിണ നേരത്ത് മുകളിലൂടെ പരുന്ത് പറക്കുകയൊക്കെ ചെയ്ത് എല്ലാ വർഷവും ഉള്ളതാണ് പകൽ സമയത്ത്. അതൊക്കെ ഞങ്ങൾ കാണാറുള്ളതാണ്. അപ്പോൾ പള്ളിയകത്ത് ചെന്നപ്പോൾ അധികം പേരൊന്നും വന്നിരുന്നില്ല. കുർബാന മുമ്പ് കഴിഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ അടുത്ത കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ കുറേ നേരം പള്ളിക്കകത്ത് ഇരുന്നു. അപ്പോൾ പള്ളിക്ക് അകത്ത് ഇരുന്നേച്ചും ഞാനപ്പോൾ നോക്കിയപ്പോൾ വെറുതെ പള്ളിയിൽ അധികം പേരൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ എടുത്തതാണ് ഇത്. അവിടെ മുന്നോട്ട് ചെന്ന് എടുക്കായിരുന്നു. പിന്നെ എനിക്ക് എവിടെയൊക്കെ പോകാമെന്ന് എനിക്കറിയില്ലാത്ത പുറത്ത് ഞങ്ങൾ കണ്ട കാഴ്ചകളിൽ ചിലതാണ് ഇത്. ഞാനവിടെ വെറുതെ നിന്നിട്ട് ആൾക്കാരൊന്നും എത്തിയിട്ടുണ്ടായില്ല. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളത് നോക്കി നിന്നപ്പോൾ എടുത്തതാണ്. കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അടുത്ത കുർബാനയ്ക്കുള്ള ഒക്കെ അവിടെ തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ ഒരു കുർബാന കഴിയുമ്പോൾ അടുത്ത കുർബാന അങ്ങനെ തുടങ്ങിപ്പോണെന്ന് എനിക്ക് തോന്നണം. ഞാൻ അവിടെ അങ്ങനെ ഈ പെരുന്നാളിൻ്റെ തലേ ദിവസം കൊല്ലത്തിലൊരിക്കൽ മാത്രം ഒന്ന് വഴിപാടിടാൻ കരുതി പോയി ഒന്ന് കറങ്ങി പോരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഈ എടുത്തത്. അപ്പോൾ പള്ളിയിൽ നിന്ന് ആരും പുറത്തിറങ്ങിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഒരു തിരക്ക് എനിക്ക് ഉണ്ടായില്ല. അപ്പം ഞാനങ്ങനെ നോക്കി വെളിയിൽ കുരിശ്
എന്തുമാത്രം പൊൻകുരിശുകളാണ്. അങ്ങനെ ഞാൻ ഒരു ഭാഗത്തെ കുരിശുകൾ മാത്രം നോക്കി ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമ്പോഴാണ് ഇവർ ചെണ്ട വീട്ടിന് വന്ന് നിൽക്കുന്നത്. എന്നാൽ പിന്നെ അത് ഇച്ചിരി നേരം കാണാം എന്ന് കരുതി ഞങ്ങൾ അതെല്ലാവരും കണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പലഹാരക്കൂട്ടിലാണ് വന്ന് നിന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് കരുതി. പലഹാരങ്ങൾ കണ്ടപ്പോൾ പിന്നെ ഏത് പലഹാരം എടുക്കണമെന്നായി. അങ്ങനെ നോക്കി ഓരോ സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്ത് ഇനി ഞങ്ങൾ തിരിച്ചു പോരാനുള്ള പരിപാടിയാണ്. പോരാൻ നേരത്തെ ഇറങ്ങിയിട്ടാണ് ഇത് കണ്ടത്. ഇത് പള്ളിയുടെ മുമ്പിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരുപാട് നേരം ഞങ്ങളവിടെ നിൽക്കുന്നില്ല. കാരണം മഴ അവിടെ പള്ളിയിൽ കയറിയിരുന്നു. തിരിച്ചു പോകുന്ന ഇനി മഴച്ചാറ്റിൽ ഉണ്ടായാലും പാടല്ലേ എഴുതിയിട്ട് പിന്നെ ഞങ്ങൾ നേരത്തെ പോരുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇപ്പോൾ ഒരു 12:15 ആയിട്ടോ രാവിലെ പോയതല്ലേ. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന